ഡൽഹിയിൽ നടക്കുന്ന വിഷയങ്ങളിൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ രാജ്യദ്രോഹികളാകുന്ന അല്ലെങ്കിൽ നമ്മളെ രാജ്യദ്രോഹികളാക്കുന്ന ഒരു തരം ഫോർമുല ഇവിടുത്തെ സംഘപരിവാർ ഇറക്കി അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ രാജ്യദ്രോഹികളായ കുറച്ചധികം പേരുടെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്പർ 1, ടൊവിനോ തോമസ്. ഇവിടെ അധികവും ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് എല്ലാം മിണ്ടാതിരുന്ന സമയത്ത് നമ്മൾ ടൊവിനോ അന്ന് പ്രളയത്തിലിറങ്ങി അയാൾക്ക് ചെയ്യാനുള്ള എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അന്ന് നമ്മൾ ടൊവിനോനെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അവിടെ മുതൽ ഇന്ന് ഈ പ്രൊട്ടസ്റ്റിനെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തത് വരെ ഈ വ്യക്തിയുടെ ചുറ്റുപാടിലും നടക്കുന്ന ഓരോ കാര്യങ്ങളിലും സെലിബ്രിറ്റിയാണ്, ഞാൻ മിണ്ടാതിരിക്കും എന്നുള്ള സ്റ്റാൻഡല്ല എടുത്തിട്ടുള്ളത്. അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലൊരു സ്റ്റാൻഡ് എടുത്ത വ്യക്തിയാണ് ഈ വിഷയത്തിലും. ഐ തിങ്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഹീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു പോസ്റ്റ് സംതിങ്. അത് സപ്പോർട്ടായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാളിൽ പോസ്റ്റ് ചെയ്തു. എൻ്റെ മോനെ ഇയാളെ പിടിച്ചിട്ട് എന്താക്കി, സുഡാപ്പി സപ്പോർട്ടറും രാജ്യദ്രോഹിയാക്കി കളഞ്ഞു. വിസ്മയ മോഹൻലാൽ ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ മുന്നേ അണക്ക് കുറച്ച് റീച്ച് ആവണം, അതിന് അണക്ക് കുറച്ച് സുഡാപ്പിയാളെ സൂചിപ്പിക്കണം, അതിനാണ് ഈ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടത്, കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട്. വിസ്മയ മോഹൻലാലിനെ പിടിച്ച് ഇവിടുത്തെ സംഖ്യകളെ ഇറക്കിയിട്ടുന്നു. ഹാഷിറും ഷസാമിൻ്റെയും കാര്യം പറയണ്ട, കാരണം മുസ്ലിം നാമധാരികളും ആയതുകൊണ്ട് സുഡാപ്പി എന്നുള്ള ഒരു ടാഗും കുത്തി രാജ്യദ്രോഹി എന്ന് പറഞ്ഞിട്ട് അവരെയും പിടിച്ച് ഇറക്കിയിട്ടുന്നു. ഈ സംഘപരിവാറിൻ്റെ ഈ ഫോർമുല ഉണ്ടല്ലോ, ഇത് ഇനി വർക്കാവൂല. ഓക്കെ, 3 നേരം ചാണകം വിഴുങ്ങി ഗോമൂത്രം കുടിക്കുന്നവർ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഈ വലയിൽ വന്ന് വീഴുന്നുണ്ടാവും. ആ കാലഘട്ടമൊക്കെ മാറി തുടങ്ങി. യങ് ജനറേഷന് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മോദിയെ വിമർശിച്ചാൽ, BJPയെ വിമർശിച്ചാൽ അതെങ്ങനെ രാജ്യദ്രോഹമാവും അല്ലെങ്കിൽ രാജ്യത്തിനെ വിമർശിച്ചതാവും? ആ ഫോർമുലയൊക്കെ ഉണ്ടല്ലോ, അവിടെ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് പോകുന്ന മതി സംഖ്യകൾ. അപ്പോൾ എന്താണെങ്കിലും ടൊവിനോ തോമസിൻ്റെ പോസ്റ്റ് ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. വിസ്മയ മോഹൻലാലിൻ്റെ പോസ്റ്റ് ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഈ 2 പേരും വളരെ ശക്തമായിട്ട് സ്റ്റുഡൻസിനെ അവർ സപ്പോർട്ട് ചെയ്തതാണ്. മലയാള സിനിമയിൽ നിന്ന് CJPക്ക് ഒരു പിന്തുണ, ഒരു ഐക്യദാർഢ്യം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് യുവനടനായിട്ടുള്ള ടൊവിനോ തോമസിന്റെ ഭാഗത്തു നിന്നാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുള്ളത്, സമാധാനപരമായിട്ടുള്ള ഒരു സമരത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് എന്താണ് ശരി എന്നുള്ളത് അത് ആപേക്ഷികമായിരിക്കാം, പക്ഷെ ഒരു സമരത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ രീതിക്കല്ല. ആ കുട്ടികൾ, ആ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള തെറ്റെന്താണ്? അവരെന്തെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചോ, അതല്ല വയലൻസിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായോ? അതൊന്നുമില്ലാതെ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ടൊവിനോ ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഇത്തരത്തിൽ ഒരു സമരത്തെ അടിച്ചമർത്തി കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ ഭാവി തലമുറയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യത്തെ കാലക്രമേണ ഇല്ലാതാക്കുന്ന ഒന്നാണ് എന്നുകൂടി ടൊവിനോ പറയുന്നുണ്ട്. ഒപ്പം രാജ്യത്ത് എവിടെയാണെങ്കിലും ഇത്തരത്തിൽ സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളുമായി സമരം ചെയ്യുന്ന എല്ലാവർക്കും ഐക്യദാർഢ്യം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പാറ്റക്കൂട്ടത്തിന് ഐക്യദാർഢ്യവുമായി ടൊവിനോ തോമസ് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഒപ്പം അതിലെടുത്തു പറയുന്ന മറ്റൊരു കാര്യമുള്ളത്, തന്റെ രാജ്യസ്നേഹം ഏതെങ്കിലും രീതിയിൽ സംശയിക്കുന്നവരോട് അല്ലെങ്കിൽ അത് എടുക്കാൻ വരുന്നവരോട് പറയാനുള്ളത്, ഇതിൽ മാനവികതയാണ് തന്റെ രാഷ്ട്രീയം, ഒപ്പം തന്നെ സമാധാനമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ടൊവിനോ തോമസ് അവസാനിപ്പിക്കുന്നത്. CJP പ്രക്ഷോഭത്തെ കുറിച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് വിസ്മയ പ്രതികരിച്ചത്. ആ പോസ്റ്റ്, ആ സ്റ്റോറി പങ്കുവച്ചതിന് പിന്നാലെ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിലെ ചോദ്യം, ഒരു രാജ്യം, ജനാധിപത്യ രാജ്യം, പൗരന്മാരോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യം ഉൾപ്പെടുത്തിയാണ് ആ സ്റ്റോറി പങ്കുവച്ചത്. അതിൽ തന്നെ ആ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതെ ഇരിക്കുകയോ ചെയ്യാം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യം സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ലാത്തിചാർജിനെ അടക്കം, പോലീസ് നടപടിയടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സ്റ്റോറി പങ്കുവച്ചത്. ഇൻസ്റ്റഗ്രാമിൽ പക്ഷേ സൈബർ അധിക്ഷേപമൊന്നും കാണാനില്ല. പക്ഷെ അവരുടെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിന് കമന്റായാണ് വ്യാപകമായ അസഭ്യ പ്രയോഗവും അധിക്ഷേപവും വരുന്നത്. വലിയ തോതിൽ കമന്റുകളായി ഈ സൈബർ അധിക്ഷേപമുണ്ട് എന്നത് കാണാം. പലതും നമുക്കിവിടെ കോട്ട് ചെയ്യാൻ കഴിയാത്തതാണ്, പറയാൻ കഴിയാത്ത വിധമുള്ള അസഭ്യ പ്രയോഗങ്ങളുണ്ട്, വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളുണ്ട്. ആ നിലയ്ക്കാണ് ഫേസ്ബുക്കിലെ അവരുടെ പോസ്റ്റുകൾക്ക്, അവർ പങ്കുവച്ചിരിക്കുന്ന ചലച്ചിത്രത്തിന്റെ പോസ്റ്ററിനടക്കം അതിന്റെ കമന്റ് സെക്ഷനിലടക്കം വലിയ തോതിലുള്ള അധിക്ഷേപമാണ് വരുന്നത്. വിസ്മയ മോഹൻലാലിന്റെ ആ സ്റ്റോറി, ആ പരാമർശം വലിയ തോതിൽ സ്വാഭാവികമായി തന്നെ, കാരണം സമൂഹ മാധ്യമങ്ങൾ വഴി
ആണല്ലോ ഈ CJP-യുടെ പ്രക്ഷോഭം വലിയ തോതിൽ ചർച്ച നേടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു വലിയ അധിക്ഷേപം, സൈബർ ആക്രമണം എന്ന് തന്നെ വിളിക്കാം, അത് നടക്കുന്നത്. ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു പുതിയ പ്രതികരണം അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയോ അല്ലാതെയോ വിസ്മയ മോഹൻലാൽ നടത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് വായിച്ചു നോക്കാൻ പോലും കഴിയാത്ത വിധമുള്ള അസഭ്യ പ്രയോഗങ്ങളുണ്ട്, അധിക്ഷേപ പരാമർശങ്ങളുണ്ട് എന്ന് തുടങ്ങി വിവരിക്കാൻ കഴിയാത്ത വിധമുള്ള അധിക്ഷേപങ്ങളാണ് കമന്റുകളായി ഫേസ്ബുക്കിൽ വരുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ കാര്യം എന്താ അറിയോ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക പീപ്പിൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി അല്ല ഇവിടെ പലരും സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ ചോദ്യം ചെയ്തതൊന്നും അതൊന്നും അല്ല. സ്റ്റുഡൻസ് നേരിടുന്ന പ്രശ്നങ്ങളിൽ സ്റ്റുഡൻസ് തന്നെ ഇറങ്ങി അതിനൊരു പ്രൊട്ടസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അത് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അവർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. കാരണം ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, നാളെ എൻ്റെ മക്കൾ ഈ നാട്ടിൽ ഇനിയും പഠിക്കാനുള്ളതാണ്. സോ ഇത് ഈ സൊസൈറ്റിക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും, ഇവിടെ പേപ്പർ ലീക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല, സിസ്റ്റം ഫെയിലിയർ ഇനി സംഭവിക്കാൻ പാടില്ല, ഇതിൻ്റെ പേരിൽ ഒരു കുട്ടി മരണപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള സംഘികളായിട്ടുള്ള ഈ പറഞ്ഞ നേതാക്കന്മാരായതുകൊണ്ട് ഇവർക്ക് ഒളിച്ചോടാൻ പറ്റില്ല. അപ്പോൾ ചോദ്യം ചെയ്യുന്നവരെ നിങ്ങൾ അടിച്ചമർത്തിയിട്ടോ സൈബർ കൊട്ടേഷൻ കൊടുത്ത് തീർത്ത് കളയാൻ നിന്നിട്ടോ എന്ത് കാര്യം? ഇവിടെ ഓരോ ഇൻഫ്ലുവൻസർക്കും ഞാൻ ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് വയ്ക്കാം. 20,000 പെർ റീൽ, 40,000 പെർ റീൽ അങ്ങനെയൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട്. സ്റ്റോറിക്ക് പൈസ കൊടുക്കാൻ, റീല് പൈസ കൊടുക്കാനൊക്കെ. നോർത്ത് നിന്നുള്ള കുറേ ക്രിയേറ്റേഴ്സിനെ കുറച്ച് ആഡ് കമ്പനികൾ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം എന്താണ്? ദ കണ്ടന്റ് ഷുഡ് ഹൈലൈറ്റ് ദി ഗവൺമെൻറ്റ്സ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് വൈൽ പ്രസൻറ്റിംഗ് എ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ദി കോക്രോച്ച് ജനതാ പാർട്ടി അപ്രോച്ച് ദി ഓൺ ഗോയിങ് പ്രൊട്ടസ്റ്റേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രൊട്ടസ്റ്റിനെതിരെ കാശ് കൊടുത്ത് പെയ്ഡ് PR ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ വരെ ഇറക്കാൻ ഈ ഗവൺമെൻറ് റെഡിയാണ്. 10-20 കുട്ടികൾ മരിച്ചവരുടെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനും ഫെർദറായിട്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്യാനും ഇത് അഡ്രസ്സ് ചെയ്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഈ രാജ്യത്തെ നേതാക്കന്മാർ റെഡിയല്ല എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ എന്നുള്ളത് ചോദിക്കില്ല നമ്മൾ. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ടൊവീനോ ഏറെ പോയി ടൊവീനോടൊക്കെ ചോദിക്കുന്ന ചോദ്യം കാണണം. സമാധാനപരമോ? മിനിഞ്ഞാന്ന് വരെ സമരം സമാധാനപരം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസോ സമരക്കാരെ ഒന്ന് നുള്ളി നോവിച്ച് പോലുമില്ല. എന്നാൽ ഇന്നലെ 11 മണി മുതൽ കല്ലും കട്ടയും കയ്യിലെടുത്ത് ഒരു കൂട്ടം റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം തടഞ്ഞ് വാഹനങ്ങളും പോലീസിനെയും ആക്രമിച്ച ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ നിയമപാലകർ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ടൊവീനോട്ട പോസ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തവരെ എന്തിനാണ് ഡൽഹി പോലീസ് ഇങ്ങനെ അടിച്ചമർത്തിയത്. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് ഹെയ്റ്റാണ്, മനസ്സിലായോ? കംപ്ലീറ്റ് ഹെയ്റ്റാണ്. ഇതന്നെയാണ് വിസ്മയുടെ കേസിലും ഉണ്ടായിട്ടുള്ളത്. ഇവരിട്ട പോസ്റ്റിനകത്തും എന്താണ്, വിസ്മയ മോഹൻലാലിൻ്റെ പോസ്റ്റിനകത്തും സെയിം കൈൻഡ് ഓഫ് ഹെയ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ BJPക്ക് വേണ്ടി സംഘപരിവാറിൻ്റെ മൗത്ത് പീസായിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്നവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഒരു സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഡൽഹി പോലീസിൻ്റെ വണ്ടി അടിച്ചു പോയി, ശ്രീജിത്ത് പണിക്കറിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. വണ്ടി അടിച്ചു പൊട്ടിച്ചു, കുട്ടികൾ പോലീസിന് നേരെ ചാടി ഇറങ്ങി. സമാധാനപരമായിട്ട് പോകുന്ന ഒരു പ്രൊട്ടസ്റ്റിനിടയിലേക്ക് ഓക്കെ എവിടുന്നോ കുറേ മുഖങ്ങൾ കയറി വരുന്നു, പോലീസിനെതിരെ അവർ ആക്രമണം അഴിച്ചുവിടുന്നു. പോലീസാണെങ്കിൽ അതൊരു ചാൻസ് കിട്ടാൻ നിൽക്കുകയാണ് കുട്ടികളെ അടിച്ചു പൊടിക്കാൻ വേണ്ടിയിട്ട്. ഡോണ്ട് യു ഫീൽ എനിത്തിങ് ഫിഷി? ഈ പ്രൊട്ടസ്റ്റിൽ അറ്റൻഡ് ചെയ്ത് ഈ അടിപിടികൾ നടന്ന സമയത്ത് അവിടെ നിന്നവർ, അവിടെ അടി കൊണ്ടവർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരാണ് എന്നോട് പേഴ്സണലി ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. വളരെ സമാധാനപരമായിട്ട് ഒരു പാർട്ടിയുടെ പിന്തുണയും വെക്കാതെയും നോക്കാതെയും ഈ ഒരൊറ്റ കോസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏത് രീതിയിൽ മാറ്റാൻ ഇവർ സന്നദ്ധരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് സിസ്റ്റത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ആളുകളെ കുറേ വണ്ടിയിൽ കല്ല് കൊണ്ടുവന്നൊരു സൈഡിൽ വയ്ക്കുന്നു, കുറേ അടിച്ചു പൊളിച്ച വണ്ടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഈ സമരം എങ്ങനെ പൊളിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കോ പാർട്ടിക്കാർക്കോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സമരം എങ്ങനെ പൊളിക്കുക എന്നുള്ളവർക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം. അതിനൊരു സ്ക്രിപ്റ്റ് അവർക്ക് വേണം. പോലീസുകാരുടെ കൂട്ടത്തിൽ തന്നെ യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ,
ലാത്തിയുടെ മുകളിൽ കൊമ്പ് മറ്റേ ഇത് ആണി കുത്തി വെച്ച് അടിക്കുക, കെമിക്കൽസ് എടുത്ത് സ്പ്രേ ചെയ്യുക, സ്ത്രീകളെ വടി കൊണ്ടും കോലുകൊണ്ടും കുത്താൻ മുഖത്തടിക്കുക. ഒരു പ്രൊട്ടസ്റ്റിനെ മൊത്തത്തിൽ അടിച്ചമർത്താൻ വേണ്ടി ഡൽഹി പോലീസും അവിടുത്തെ ആംഡ് ഫോഴ്സുകളും കാണിച്ചത് എന്മാതിരി വൃത്തികേടാണെന്നുള്ളതാണ്. എന്നിട്ടും ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ അധികം സംഘപരിവാർ മൗത്ത് പീസുകൾ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. കാരണം ഈ ടൊവിനോ തോമസിൻ്റെ പോസ്റ്റ് ബേസ് ചെയ്തിട്ട് ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോനകത്ത് കുറച്ച് കാര്യങ്ങൾ ടൊവിനോനോട് പറയുന്നുണ്ട്, ചോദിക്കുന്നത്. അതാണ് നടൻ ടൊവിനോ മനസ്സിലാക്കേണ്ടത്. കാരണം ഡൽഹി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളതിനേക്കാൾ കൂടിയ സുരക്ഷാ പ്രോട്ടോക്കോളാണ് ഡൽഹിയിലുള്ളത്. രണ്ടാമത് പാർലമെൻറ്റ് ഇപ്പോൾ സെഷനിലാണ്. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് പെർമിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ പെർമിഷൻ ഇല്ലാത്ത ഒരു പാർലമെൻറ്റ് മാർച്ചാണ് അവിടെ ഈ പാറ്റ പാർട്ടി നടത്തിയിരിക്കുന്നത്. പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ കാര്യം, ജന്തർ മന്ദറിലെ പ്രതിഷേധം എന്നത് നിയമപരമായി അംഗീകൃതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഈ പാർലമെൻറ്റ് മാർച്ച് എന്നത് നിയമവിരുദ്ധമാണ്, അംഗീകാരമില്ല, അതിന് യാതൊരു വിധത്തിലുള്ള പെർമിഷനും അവിടുത്തെ ഡൽഹി പോലീസ് കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഹൈ സെക്യൂരിറ്റി ഏരിയയിലാണ് പോലീസിൻ്റെ നിയന്ത്രണങ്ങളെ ബ്രീച്ച് ചെയ്തുകൊണ്ട് ഈ കുട്ടികളെല്ലാം തന്നെ പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്, ഈ ടൊവിനോയുടെ പോസ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നത് ഈ പ്രതിഷേധക്കാരവിടെ ചെന്നപ്പോൾ അവരെ കാത്ത് ലാത്തിയും വടിയും ഒക്കെ ആയിട്ട് പോലീസുകാരവിടെ നിൽക്കുകയായിരുന്നു. അവർ വന്ന സമയത്ത് തന്നെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചു എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു, ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നടന്നിരിക്കുന്ന അതിക്രമത്തിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കാണാത്തത് എന്ന്. അദ്ദേഹം കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോയോടൊപ്പം അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്, പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് സമാധാനത്തിനെ ലംഘിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന അതിക്രമത്തിൻ്റെ ചിത്രങ്ങളാണ് ഇത് ഓരോന്നും. ഇത് കണ്ടതിന് ശേഷം ടൊവിനോ പറയുക എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ തെറ്റ് ഞാൻ പറഞ്ഞു, അനുവാദമില്ലാതെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് അവർ പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവർ ആ ഒരു പ്രതിഷേധത്തിൽ അതിക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. ആ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ടൊവിനോയുടെ രണ്ടാമത്തെ ചോദ്യം, അവരേതെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചോ എന്നുള്ളതായിരുന്നു. പൊതുമുതലും സ്വകാര്യ മുതലും അവർ നശിപ്പിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. പോലീസിൻ്റെ വാഹനങ്ങൾ എന്ന് പറയുന്നത് പൊതുമുതലിൽ പെടുന്നതാണ്. മറ്റു വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടേത്, സ്വകാര്യ പ്രോപ്പർട്ടിയുമാണ്. അതെല്ലാം തന്നെ നശിപ്പിക്കുന്ന, വാഹനങ്ങളുടെ വിൻഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്ന, അതിൻ്റെ വൈപ്പറുകളും മറ്റും ഇളക്കിയെടുക്കുന്ന, വാഹനങ്ങൾ തള്ളിമറിക്കുന്ന, പോലീസിൻ്റെ വാഹനം തന്നെ നശിപ്പിക്കുന്ന, സ്വകാര്യ വാഹനങ്ങളുടെ മുകളിലേക്ക് കയറി നിന്ന് ചവിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൊവിനോയുടെ ഭാഷയിലെ ഭാവി തലമുറ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. ഈ പോലീസ് വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവിടെ പ്രശ്നമുണ്ടാക്കിയോ, എന്തായിരുന്നു അതിൻ്റെ കുഴപ്പം എന്നതിനെക്കുറിച്ചാണ് പറയേണ്ടത്. നമ്മുടേത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ, അതിനെ തടയാൻ, അവരെ പിന്തിരിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് ടൊവിനോയ്ക്ക് അറിയില്ല എങ്കിൽ താങ്കൾ മനസ്സിലാക്കുക. ഇനി അദ്ദേഹം ചോദിച്ച അടുത്ത ചോദ്യം, ഡിഡ് ദേ റിസോർട്ട് ടു വയലൻസ് എന്നാണ്. അവർ ഏതെങ്കിലും തരത്തിൽ അക്രമം അഴിച്ചുവിട്ടോ എന്നുള്ളതാണ്. അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം ടൊവിനോ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ അക്രമത്തിനെ തുടർന്ന് 118 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കുപറ്റിയത്. പല റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർക്കാണ് പരിക്കുപറ്റിയത്. അതിൽ പല ആൾക്കാരും രക്തം വാർന്ന മുഖവുമായി അവിടെ നിൽക്കുന്നത് കാണാമായിരുന്നു. അവരെയൊക്കെ കല്ല് വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ എന്തിനാണ് സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ കല്ല് വലിച്ചെറിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. സ്റ്റോൺ പെൽറ്റിങ്ങിൻ്റെ നിരവധി വിഷ്വൽസ് ഇവിടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും കാണിച്ചിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ നൈസ് സ്ക്രിപ്റ്റിംഗ് ശ്രീജിത്ത് പണിക്കർ, അടിപൊളിയായിട്ടുണ്ട്. ടൊവിനോ ചോദിച്ച ചോദ്യം വളരെ വളരെ എന്താ പറയുക, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. മര്യാദയ്ക്ക് സമാധാനമായിട്ട് ഇതേപോലെ പ്രൊട്ടസ്റ്റ് ചെയ്തുന്നവരെ എന്തിനു പിടിച്ചടിച്ചു? അടിക്കാനൊരു റീസൺ ഉണ്ടാക്കണമല്ലോ. ഒരു സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ സമാധാനപരമല്ലാത്ത രീതിയിലാക്കുക എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ കുറേ കാലങ്ങളായിട്ട്, ഭരിക്കുന്ന പാർട്ടിക്കാർ, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഈ കാണിച്ച ഫോട്ടോനകത്തുള്ള ആൾക്കാർ, ഈ വണ്ടി മുകളിൽ കയറി ഇടിക്കുന്നതും വണ്ടി തള്ളി താഴെ ഇടുന്നവരും,
ഇവരൊക്കെ സ്റ്റുഡൻസ്, അതായത് ഈ പ്രൊട്ടസ്റ്റിന് വന്ന സ്റ്റുഡൻസ് ആണെന്നുള്ളത് തന്നെ ഉറപ്പുണ്ടോ ശ്രീജിത്ത് പണിക്കരിന്? ഞാൻ ചോദിക്കുക, അത് വല്ല ഉറപ്പുണ്ട് അത് അവരെന്നെയാണ് ചെയ്തതെന്ന്? ആരെങ്കിലും കയറി അത് ചെയ്ത് അവരൊരു പ്രൊവോക്കേഷൻ ഉണ്ടായി കുട്ടികളെ അടി പേടിപ്പിക്കാനാണ് ഇതേപോലുള്ള ആൾക്കാർ ഇതിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാൻസ് ഇല്ലേ? ചാൻസ് ഇല്ലാതൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാവാം. ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടി വന്ന കുട്ടികൾ ഇത് ചെയ്തു എന്നുള്ളത് ശ്രീജിത്ത് പണിക്കർ എങ്ങനെ പറയും? ഇനി അതവിടെ നിൽക്കട്ടെ. ഈ വണ്ടികൾ, ഓക്കെ, ഈ വണ്ടികൾ എങ്ങനെ അവിടെ എത്തി ശ്രീജിത്ത് പണിക്കർ? जो गाड़ी है दिल्ली पुलिस की, ये इनको दिल्ली पुलिस ने अभी 2 बजे से 3 बजे के बीच में लाकर यहाँ खड़ी कर दी हैं और ये गाड़ियां पूरी तरह से टूटी हुई हैं, जो ये दिखाती हैं कि किस तरह से इन पर जो है हमला हुआ है। लेकिन ये पूरी दिल्ली पुलिस की चाल है, ऐसा कुछ भी नहीं हुआ है। खुद उन्होंने 2 बजे के करीब ये गाड़ियां लाकर यहाँ खड़ी करी हैं। നട്ടപ്പാതിരയ്ക്ക് കൊണ്ടുവന്ന് തട്ടിപ്പൊളിച്ച വണ്ടികൾ, പഴയ ഏതെങ്കിലും വണ്ടി അല്ലെങ്കിൽ ഓൾറെഡി പൊളിഞ്ഞ് കിടക്കുന്ന വണ്ടികളോ അല്ലെങ്കിൽ പൊളിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് പൊളിച്ച വണ്ടികൾ അവിടെ സമരം നടത്തുന്നതിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇവരെന്നെ ഓർഗനൈസ് ചെയ്ത കുറച്ച് ആൾക്കാർ വന്ന് വണ്ടി അടിച്ച് പൊട്ടിച്ച പോലെ അടിച്ചാണ് പൊളിക്കും. അത് മീഡിയയിലൊക്കെ വരും. ലാസ്റ്റ് ഈ പ്രൊട്ടസ്റ്റിന് വന്ന കുട്ടികളെല്ലാവരും കൂടി വണ്ടി ഒടിച്ച് പൊളിച്ചു എന്നുള്ളൊരു നറേറ്റീവും കൊണ്ടുവന്ന് അത് കുട്ടികളെ തലയിൽ ഇട്ട് കൊടുത്ത് പിന്നെ പോലീസുകാർ നേരെ കുട്ടികൾക്ക് നേരെ തിരിയുക. ഇങ്ങനെയും നടക്കാമല്ലോ, ഇങ്ങനെയും നടന്നൂടെ, ഇങ്ങനെയും ചിന്തിച്ചൂടെ? സംഘപരിവാറിൻ്റെ മൗത്ത് പീസ് ആവുമ്പോൾ ശ്രീജിത്ത് പണിക്കരെ പോലെ ചിന്ത പോവും. ഒരു സംഘിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞാൻ എൻ്റെ തലച്ചോറ് അടിയറവ് പറയാത്തത് കൊണ്ടും പണയം വെക്കാത്തത് കൊണ്ടും എനിക്ക് ഇങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, ശ്രീജിത്ത് പണിക്കർ ആ സാധനങ്ങൾക്ക് ഒന്ന് അവിടെ പോയി ഒരു ക്ലാരിറ്റി തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് കുട്ടികൾ തന്നെ തല്ലി പൊട്ടിച്ചതാണെന്നുള്ളതിന് കുട്ടികളുടെ ഇടയിലേക്ക് വേറെ ആരും കയറിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രീജിത്ത് പണിക്കർ കുറച്ച് ഫോട്ടോ കാണിച്ചതല്ലേ, ഇനി കുറച്ച് ഫോട്ടോ വീഡിയോ ഞാൻ ശ്രീജിത്ത് പണിക്കർക്ക് ഇവിടെ വയ്ക്കാം. സ്ത്രീകളെ മുഖത്തടിക്കുക, കുട്ടികളിലും എന്താ പറയുക തെരഞ്ഞു പിടിച്ച് സ്ത്രീകളെ കണ്ട് ലാത്തി കൊണ്ട് അവരുടെ പിന്നാമ്പുറത്ത് കുത്തുക, ലാത്തിയുടെ മുകളിൽ മറ്റേ ഇത് സ്ക്രൂ ചെയ്യുക, ആണി സ്ക്രൂ ചെയ്തിട്ട് അത് വെച്ച് കുട്ടികളെ അടിക്കുക. പോലീസുകാർ തന്നെ, ടാസ്ക് ഫോഴ്സ് തന്നെ പോണ വഴിക്ക് പ്രൈവറ്റ് വാഹനങ്ങളുടെ ചില്ലടിച്ച് പൊട്ടിക്കുക, ബൈക്ക് ചവിട്ടി പൊട്ടിക്കുക, എന്നിട്ട് ഇത് ലാസ്റ്റ് നേരെ കൊണ്ടുപോയി ഇടുന്നത് സ്റ്റുഡൻസിൻ്റെ തലയിലേക്ക്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ തലയിലേക്ക്. എന്താ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ മറ്റേ ചാണകവും ഗോമൂത്രമെന്ന് വിചാരിച്ചോ? എടി നമുക്കും ഇതൊക്കെ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളല്ലേ, ഒരു സൈഡ് മാത്രമല്ലല്ലോ നമ്മൾ കണ്ട് സംസാരിക്കേണ്ടത്. ശരിയാണ്, പോലീസുകാർക്ക് ഇതിനിടയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പോലീസുകാർക്ക് പറ്റിയതിനേക്കാൾ കൂടുതൽ പോലീസുകാർ കുട്ടികളെ അടിച്ച് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, സമാധാനപരമായിട്ട് പോയിരുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റിനെ എങ്ങനെ ഇങ്ങനെ ഒരു കെയോ സിറ്റുവേഷനിലേക്ക് മാറ്റാം എന്നുള്ളത് നല്ലോണം പഠിച്ച് നല്ല രീതിയിൽ അറിയുന്ന ഒരു ടീം രാജ്യം ഭരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ്ടേ? പിന്നെ ഇതിലേക്കൊക്കെ എന്തിനു കൊണ്ടുപോകണം? അവരുടെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ പോരെ? 10-20 കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് മിനിസ്റ്റർ രാജിവെച്ച് പോവുക. അതും ചെയ്തില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അഡ്രസ്സ് ചെയ്യാൻ റെഡിയില്ല. എന്തിന് ഇവിടുത്തെ സുപ്രീം കോർട്ട് പോലും റെഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ പോലീസിൻ്റെ അട്രോസിറ്റി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്നലെ ഇത് സുപ്രീം കോടതി ദയവ് ചെയ്ത് ഈ അട്രോസിറ്റിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ച സമയത്ത് വക്കീലിനോട് സുപ്രീം കോടതി പറഞ്ഞത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൂര്യകാന്ത് പറയുകയാണ്, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം ആൻഡ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അവർക്കൊന്നും കാണണ്ട. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഒന്നും കാണണ്ട. സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോയും ഞങ്ങൾക്ക് കാണണ്ട, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് അറിയണ്ട. വി ആർ നോട്ട് ഗോയിങ് ടു അഡ്രസ് എനിത്തിങ് എനിമോർ. ഇതും പറഞ്ഞ് പോലീസ് ആക്ഷൻസ് ഓവർ ദി സ്റ്റുഡൻസ് സുപ്രീം കോടതി അഡ്രസ്സ് ചെയ്യുന്നില്ല. വൈ? അപ്പം തന്നെ ആലോചിക്കും ഇവിടുത്തെ സിസ്റ്റം എത്രത്തോളം കറപ്റ്റഡാന്നുള്ളത്. ഇങ്ങനെ പല രീതിയിലുള്ള നറേറ്റീവ്സ് കൊണ്ടുവരും. ഓക്കെ, പല രീതിയിലുള്ള നറേറ്റീവ്സ്. ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഫുഡ് കിട്ടുന്നുണ്ട്,
അപ്പോൾ പറയുന്നുണ്ട് പ്രൊട്ടസ്റ്റ് അല്ലേ നടക്കുന്നത്, അവിടെ ആര് ഫുഡ് തരും. അപ്പോൾ ഇത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഫണ്ടിങ് ആണ്, ഡീപ് സ്റ്റേറ്റ് ഫണ്ടിങ് ആയതുകൊണ്ടാണ് കൃത്യസമയത്ത് അവർക്ക് ഭക്ഷണം കിട്ടുന്നത്. ഓ ഗണ്ട, എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ജന്തർ മന്ദിറിൽ എനിക്ക് സ്വിഗ്ഗി ഓർഡർ ചെയ്യാം, സൊമാറ്റോ ഓർഡർ ചെയ്യാം, മനസ്സിലായോ? എനിക്ക് ഇവിടുന്ന് ചെയ്യാതിരുന്നുകൊണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കുന്നതാണത്, അങ്ങനെ ഡെലിവറി വരുന്നത് അവരവിടെ കൊടുക്കുന്നതാണ്. അതിൻ്റെയൊക്കെ എത്രയോ വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതെന്തായി മാറി, അത് ഫണ്ടഡാണ്. ഇങ്ങനെ കുറേ നറേറ്റീവ്സ് ഇറക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി നമ്മുടെ നേഷൻ വാണ്ട്സ് ടു നോ, അർണബിൻ്റെ ഒരു സാധനമുണ്ട്. They're lying to you about NEET. NEET is over. None of those people sitting there is sitting for a NEET exam, I can assure you. The typical tukre types have landed up from JNU and other places. They are not interested in the NEET. NEET issue is over. The retest has happened. It's been absolutely successful. I've heard videos of some young people who say, I got 300 out of 700. Dharmendra Pradhan should resign. Are they mad? If they are not qualified, if they have not done well in an examination, should the government be brought down? What kind of stupid logic is this? How many people sit for UPSC? 1.2 million. How many appear 6 lakh? How many qualify under 1,000? All the people who don't qualify, should they go and burn parliament like the CJP people are saying they will do? Who the hell are these CJP people to talk about burning parliament, attacking policemen, wanting a free run in this country? How many of them have sat for the NEET exam and qualified? Are all the people, all the 11 lakh students who have cleared the NEET exam, are they undeserving? Are they unmeritorious? Do Sonam Wangchuk and Abhijit Dipke say they do not deserve to become doctors? Which competitive exam is Abhijit Dipke sat for? Ladies and gentlemen, this Sonam Wangchuk is the entitled son of a Congress politician. Please look at his background. He's the entitled son of a Congress politician. He comes from a political family. There's a political attempt by him. All drama. And now that the violence has happened, Sonam Wangchuk will try and distance himself from it, saying, I don't know what happened. Why was there violence? Well, you were instigating all along, Sonam Wangchuk. അതായത് അറബിന് ഇപ്പോഴും കാര്യങ്ങൾ എന്താണ്, മറ്റേ പഴയ ലൈനാ, ഒരിടയ്ക്കൊന്ന് മാറിയിരുന്നു. ഇപ്പം വീണ്ടും എന്തായി, BJP സംഘപരിവാറൊക്കെ ഫണ്ട് കൊടുത്തു തുടങ്ങി തോന്നുന്നു. ചെങ്ങായി വീണ്ടും വന്നിരുന്നിട്ട് ഈ പ്രൊട്ടസ്റ്റിനെതിരെ എല്ലാം കഴിഞ്ഞില്ലേ, റീനീറ്റ് നടന്നില്ലേ, അതിൻ്റെ റിസൾട്ട്സ് വന്നില്ലേ, 10-20 കുട്ടികൾ മരിച്ചതിന് ഇയാൾക്ക് ഒന്നും പറയാനില്ല. ഇനി ഇവിടെ ഒരു പേപ്പർ ചോരുമോ എന്നുള്ളതിനെക്കുറിച്ച് ഇയാൾക്ക് വലിയ ഉറപ്പില്ല. ഇതൊന്നും ഇല്ല മൂപ്പർക്ക്, മനസ്സിലായോ? മൂപ്പർക്ക് ഈ പ്രൊട്ടസ്റ്റിനെ എങ്ങനെ എതിർക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു റീല് ചെയ്യാൻ 20,000-40,000 രൂപയൊക്കെ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവർ ഒരു എൻറ്റയർ ചാനലിനെ പർച്ചേസ് ചെയ്യാനും മടിക്കൊന്നുമില്ലല്ലോ. അർണബിനെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടതാണ്. സംഘികൾ ഇട്ടിട്ട് പോയ സമയത്ത് സംഘികൾക്കെതിരെ കയറി അടിയായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചത് എന്തെന്നാ ഇത് ഇയാൾക്ക് പറ്റിപ്പോയെന്ന്. ഇപ്പം ബാക്ക് ടു ട്രാക്കായി. ഏത് അതങ്ങനെ ഒരു ടീം വേറെ ഒരു നറേറ്റീവ് കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്ത് പോകാൻ. ഇനി കേരളത്തിൽ കുറച്ച് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നല്ലോ NDAക്ക്, അവർ സത്യം പറഞ്ഞ എയറിലാണ്. കുറച്ചധികം ആളുകളൊക്കെ വളരെയധികം, ആതിരാടി നായർ എയറിലാണ്. പിന്നെ എല്ലാത്തിലും സംസാരിക്കുന്ന അഖിൽ മാരാർ ജി ഇതിലെന്ത് പറയുന്നു നമുക്ക് നോക്കാം. റോബിനെ പിന്നെ കാണാനേ ഇല്ല. ഈ ഹാവ് സം പേഴ്സണൽ തിങ്സ്, അമ്മയുടെ മരണം അങ്ങനെയൊക്കെ കൊണ്ടൊക്കെ ആളങ്ങനെയാണ്. എന്താണെങ്കിലും ഇതിൽ സംസാരിച്ച് അഖിലും ഏറെ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേ NDA സ്ഥാനാർത്ഥികളുണ്ട്, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതായത് നമുക്ക് അഖിൽ മാരാർന്ന് തുടങ്ങും. അഖിൽ മാരാർ. കൊന്നു തീർക്കാൻ ശരീരം തരാമടോ, നിങ്ങളൻ കണ്ണുകൾ ചൂഴ്ന്നെടുക്കൂ, നിങ്ങളൻ നാവിന്റെ വേരിറക്കൂ, നിങ്ങൾ ഈ കർണ പടമധ്യഭാഗത്ത് കൂടത്തിനാലൊന്ന് ആഞ്ഞടിക്കൂ. ശരി, ഇതെന്താ നിമിഷ കവിയോ? ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ലല്ലോ. ഇയാളെന്താ ഇങ്ങനെ പറയണേ? അമ്പടാ, ഇയാളെ കവിത അവിടെ നിൽക്കട്ടെ. അത് മൂപ്പര് സെൽഫ് മാസ് ആയത്. അതായത് മൂപ്പര് എതിരെ കുറേ കേസ് വന്ന സമയത്ത് അഖിൽ മാരാർ ഈ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന ആ ഒരു എന്താ പറയുക, ദ സോ കോൾഡ് അയൺമാൻ ആയിട്ടൊക്കെ വന്നിട്ട് പിന്നെ സ്വയം എഴുതിയ കവിത എടുത്ത് പുറത്തിട്ടതാണ്. ഞാനും കേട്ടു, നിങ്ങളെയും കേൾപ്പിച്ചാണ് ഞാൻ. സൈക്കിങ്ങൾ ഈ സമരം യഥാർത്ഥത്തിൽ BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും. രാഷ്ട്രീയമായി ഈ സമരം BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നത് തിരിച്ചറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പേർ എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ഒരു അനലൈസേഷൻ കൂടി നടത്താനാണ് വരുന്നത്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ യുവാക്കളെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇതിനു മുൻപ് കേരളത്തിൽ ഒരു പറ്റം യുവാക്കൾ
PSC പരീക്ഷ വഴി നിയമനം കാത്തുകിടന്ന ഒരുപറ്റം യുവാക്കൾ തങ്ങളുടെ ജീവിതം ഇല്ലാതാകുന്നു എന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് സമരത്തിലേർപ്പെട്ടപ്പോൾ ആ സമരത്തിൽ അവർക്കൊപ്പം പങ്കുചേർന്ന് അവർക്ക് വേണ്ടി സംസാരിച്ച ഒരുവന്റെ നീതിബോധമാണ് ഇന്ന് ഈ സമരത്തെയും പിന്തുണയ്ക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതെ, ഈ സമരം ആണ്. കാരണം എന്താ അറിയോ, മൂപ്പർക്കിപ്പോൾ അത് പറഞ്ഞേ പറ്റൂ. ഈ NDA സഖ്യത്തിൻ്റെ ഭാഗമായി പോയല്ലോ. അപ്പോൾ പിന്നെ ഈ സമരത്തിനെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവരെ സപ്പോർട്ടും ചെയ്യണം. ഇന്നാ BJPനെ വിമർശിക്കാനും പറ്റില്ല. ആകെ മൊത്തം തീട്ടത്ത് ചവിട്ടിയ അവസ്ഥയായിപ്പോയി. അപ്പോൾ മൂപ്പര് നൈസായിട്ട് എന്ത് ചെയ്തു, മൂപ്പര് ഇവിടെ എന്താ പറയുക കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നതിന് മുമ്പ് ആശമാരടുത്ത് പോയതും PSC പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് അവിടെ പോയി അവർ സമരപന്തലിൽ പോയതൊക്കെ എടുത്തു പറഞ്ഞ് മൂപ്പര് അതാണ് കവറപ്പ് ചെയ്യാൻ നോക്കി. എന്നിട്ട് മറ്റേ സാധനം ഏത്, ഇതൊക്കെ BJPക്ക് നല്ലതാണ്. ഈ സമരവും കാര്യങ്ങളൊക്കെ BJPക്ക് നല്ലതേ ചെയ്യൂ. BJPക്ക് ഓൾറെഡി നല്ല രീതിയിൽ അടി കിട്ടി തുടങ്ങി മിസ്റ്റർ മാരാർ, മനസ്സിലായോ? BJP ഇളകി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതെങ്ങനെ BJPക്ക് നല്ലതാവും? കൊള്ളാം. 2 അമ്മമാർ, സഹോദരിമാർ, ആശമാർ അവർ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്തും ആത്മാഹൂതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടും പ്രതിഷേധാത്മകമായി വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് അവർ സംഘടിച്ച് നിരവധി കാലം സമരം ചെയ്ത സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഇന്ന് CJPയെ പിന്തുണയ്ക്കാൻ പോയേക്കുന്നത് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും കൊണ്ടല്ല, മറിച്ച് സോഷ്യൽ മീഡിയ വഴി അവർക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്ക് വേണ്ടി മാത്രമാണ്. അവർ എന്തൊക്കെയോ സംഭവമാണെന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം. പക്ഷെ ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഈ കേരളത്തിലെ വിവിധ സമരങ്ങളിൽ കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ സാധാരണക്കാരനെ അടിച്ചമർത്താൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോൾ നേരിട്ടിടപെട്ടതിന്റെ പോലീസ് കേസുകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ വഴി ഇടപെട്ടതായിക്കോട്ടെ, മറ്റു രീതിയിൽ ഇടപെട്ടതായിക്കോട്ടെ, ഈ ഇടപെടലുകളെല്ലാം ചേർന്ന ഒരുവന്റെ ആഗ്രഹമായിരുന്നു നിയമസഭയിൽ ഇവ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കണമെന്ന ചിന്ത. ആ ചിന്തയിൽ നിന്നുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചൊരുവനാണ്. അല്ലാതെ മറ്റൊരു നേട്ടവും എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ശരി, ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാൾ ഈ വന്നത്. കാര്യം പറമാരാറെ, അല്ലാതെ എന്താ? ഒരാളുടെ താല്പര്യമാണ്. ഇപ്പം ഞാൻ പൊളിറ്റിക്സ് എടുത്ത് സംസാരിക്കണോ വേണ്ടെന്നുള്ളത് എൻ്റെ വിഷയമാണ്. ഓക്കെ, ഞാൻ രാഷ്ട്രീയം സംസാരിക്കണോ, മതം സംസാരിക്കണോ, എൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ സംസാരിക്കണോ, ദാറ്റ്സ് അപ് ടു മീ. എന്നാരും പുഷ് ചെയ്യുന്നില്ല. ഞാനായിട്ട് ഓപ്റ്റ് ചെയ്തതാണ്, ഞാനായിട്ട് തിരഞ്ഞെടുത്തതാണ്. ആരും അങ്ങനെ തന്നെയല്ലേ, സ്വയം തിരഞ്ഞെടുത്തിട്ടല്ലേ രാഷ്ട്രീയക്കാരനായതും അല്ലെങ്കിൽ ഇതിലൊക്കെ സംസാരിച്ചു തുടങ്ങിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള റീസൺ കാണും എന്തിനിത് ചെയ്യുന്നു എന്നുള്ളത്, ഇല്ലേ? അല്ലാതെ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഞാനൊരു സൊസൈറ്റിയെ മൊത്തത്തിൽ അങ്ങോട്ട് സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാന്നൊക്കെ പറയാൻ പറ്റുമോ? അവനെ പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുമോ? താങ്കൾക്ക് കോൺഗ്രസ്സിൽ സീറ്റ് തന്നില്ല, താങ്കൾ അവിടെ നിന്ന് ചാടി നേരെ NDAയുടെ സഖ്യമായ 2020 പോകുന്നു. താങ്കൾക്ക് എന്തുകൊണ്ട് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചുകൂടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഓപ്ഷനാണല്ലോ, നമുക്ക് സ്വതന്ത്രനായിട്ട് നിൽക്കാമല്ലോ. ഇത്രയൊക്കെ എന്താ പറയുക, സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനായിട്ടാണ് താങ്കൾ ഇത്രയും കാലം നിന്നതും അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും ചോദിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിക്കൂടായിരുന്നില്ലേ? അപ്പം ഇനി വൈറ്റ് വാഷ് അടിക്കണ്ട. ഇനി നീതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ചർച്ച നടത്തണം. അതിനുവേണ്ടി ആരെങ്കിലും മുന്നിട്ടിറങ്ങണം. അല്ലാതെ ഡൽഹിയിൽ പോയി പാവപ്പിടിച്ച 1 മാസം തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന കുറെ പോലീസുകാരുടെ കയ്യോ കാലോ തല്ലി അടിച്ചതുകൊണ്ടോ, ഈ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചതുകൊണ്ടോ, ഇതിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊന്നിട്ടായാലും വേണ്ടിയില്ല ഈ രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാം എന്നതിനു വേണ്ടി കാത്തു കിടക്കുന്ന കുറെ രാജ്യദ്രോഹികൾക്ക് വളമാവുകയോ ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ അർഹിക്കുന്ന നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാവുന്നത് വരെ നിങ്ങൾ ചർച്ച നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇതുമൂലം നിങ്ങൾക്ക് രാഷ്ട്രീയമായി BJPയെയും അല്ലെങ്കിൽ NDAയും ഒക്കെ ഇല്ലാതാക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ
രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ വിഡ്ഢികൾ പറയുന്നതും കേട്ട്, അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയറിയാം. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നതായിരുന്നു കഴിഞ്ഞ കുറെ നാളത്തെ ചർച്ച. ഒരിക്കലും ഈ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായ സമയത്തൊന്നും തന്നെ ഈ മനുഷ്യൻ ഈ നാട്ടിലുണ്ടായിട്ടില്ല. യാതൊരു പ്രതിബദ്ധതയോ യാതൊരു സാമൂഹിക ബോധമോ യാതൊരു വിഷണോ ഇല്ലാതെ കോമാളിയെ പോലെ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന തിരിച്ചറിവ് കോൺഗ്രസ്സുകാർക്കുണ്ടാവണം. കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ള ആരെങ്കിലും അവർ ഈ പണിയേൽപ്പിക്കണം. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യയിൽ ഇവർ അയാൾ നശിപ്പിച്ചില്ലാതാക്കി കളയും. കേരളത്തിൽ ഒരു വി ഡി സതീശന്റെ തിരിച്ചുവരവ്, വി ഡി സതീശൻ വന്നതുകൊണ്ടും പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ടും കോൺഗ്രസിന് അധികാരം ലഭിച്ചു എന്നത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ രാജ്യത്തൊന്നും കോൺഗ്രസിനെ ഒരു മനുഷ്യനും വിശ്വാസത്തിലെടുക്കത്തില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമെങ്കിലുമായി മാറാൻ കോൺഗ്രസിനും കോൺഗ്രസ് ഇതര സംഘടനകൾക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുറേ കോൺഗ്രസിനെ പറയണം, കുറേ കമ്മ്യൂണിസ്റ്റുകാരെ പറയണം. മിസ്റ്റർ അഖിൽ മാരാർ, ഒറ്റ ചോദ്യം. കുട്ടികൾ പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ഓക്കെ, അവരോട് സംസാരിക്കാൻ നരേന്ദ്രമോദി ഇറങ്ങി ഒന്ന് സംസാരിക്കൂ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടാണ് അവരുടെ ചോദ്യങ്ങൾ. എന്തുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രി അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല? കുട്ടികളാണ് വേണ്ടിയാണ്. കുട്ടികൾ വന്നിട്ടുള്ളത് അവിടെ കല്ലെറിയാനും പോലീസിനെ തലറിഞ്ഞ് പൊട്ടിക്കാനും പൊതുമുതൽ നശിപ്പിക്കാനും അല്ല. അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അതൊക്കെ ചെയ്ത് അവരെ അടിച്ചമർത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോകുന്ന കള്ളന്മാരുണ്ട്. ആ കള്ളത്തരം കാണിക്കുന്നവരാരാന്നുള്ളത് പബ്ലിക്കിന് മനസ്സിലാവും ചെയ്യും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു ഗവൺമെൻറ്റാണ്. ഒരു നാട്ടിലെ പൗരന്മാർ ഒന്നടങ്കം ഇറങ്ങിച്ചെന്ന് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, അതും യങ് ജനറേഷൻ ഇറങ്ങിച്ചെന്ന് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട വേർ ഈസ് ദ ചായ് വാല? എവിടെയാണ്? മൂപ്പർക്ക് അല്ലെങ്കിലും മീഡിയനെ അഡ്രസ്സ് ചെയ്യാനും 10 ആൾ കൂടുന്നിടത്ത് പോയി സംസാരിക്കാനും പാടാണ് മിസ്റ്റർ. നടക്കില്ല അയാളെ കൊണ്ട്. അയാൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ കാണുന്നതല്ലേ, അയാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരോട് വട്ടമേശ സമ്മേളനം ചെയ്യണം എന്നാണ് മിസ്റ്റർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, BJPക്ക് ഇതെന്തോ വലിയ പൊൻതൂവലാണ് ഈ സമരം എന്നല്ലേ അഖിൽമാരാർ പറയുന്നേ? ആയിക്കോട്ടെ, പൊൻതൂവലും വെച്ച് നടന്നോ. ഇത് ഞാൻ സത്യത്തിൽ ഇങ്ങേരുടെ ഭാഗത്തുനിന്ന് ഒന്നില്ലെങ്കിൽ BJPനെ ഒളിപ്പിക്കും, അല്ലെങ്കിൽ അവിടുന്ന് കണ്ടം പറഞ്ഞ് ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിക്കാണ് വിസിബിലിറ്റി കാണുമ്പോൾ ഇവിടെ നിന്നിട്ട് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നു ചോദിച്ചു. ഇത് രണ്ടും കെട്ട അവസ്ഥയിൽ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി വന്ന പോലത്തെ ഒരു സാധനമായിപ്പോയി. ഇനി ആതിര NDA സ്ഥാനാർത്ഥിയായിരുന്നു, 37 വയറിലാണ്. ലോകത്ത് എവിടെ എന്ത് കാര്യം നടന്നാലും കേരളത്തിലല്ല, കേരളത്തിന് വെളിയിലായിക്കോട്ടെ, അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇന്ത്യക്കും പുറത്തായിക്കോട്ടെ, എവിടെ എന്ത് ഇഷ്യൂ നടന്നാലും ഇതിന്റെ എല്ലാം റീൽസും വീഡിയോസും എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ പറയുന്ന ഒരു പ്രവണത കുറെ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടെന്നുള്ളത്. പ്രൊട്ടസ്റ്റേഴ്സിന്റെ അതായത് ആക്ച്വൽ ഇഷ്യൂ, അവരുടെ വിഷമങ്ങളെ, ആ കുറെ കുട്ടികളുടെ വിഷമങ്ങളെ ആക്ച്വലി വിറ്റ് കാശാക്കുകയാണ് ഈ പ്രസ്തുത വ്യക്തി ആക്ച്വലി ചെയ്യുന്നത് ഇവിടെ. കാരണം അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് സപ്പോർട്ടാണ് ചെയ്യേണ്ടിരുന്നെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനുള്ള അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമായിരുന്നു. അല്ലാതെ അവിടെ എന്നെ വലിച്ചിട്ട് കുറെ കോപ്രായം കാണിച്ച് വായി തോന്നി എന്തൊക്കെയോ വേർഡ്സും പറഞ്ഞ് അസഭ്യം, ലിറ്ററലി അസഭ്യം പറഞ്ഞ് കമന്റ് ബോക്സിലും അതിലപ്പുറം അസഭ്യം പറഞ്ഞ് അല്ല പ്രൊട്ടസ്റ്റ് കാണിക്കേണ്ടത്. പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ തന്നെയാണ്. അത് പക്ഷെ ഡെമോക്രാറ്റിക്കലി ആയിരിക്കണം, ഭരണഘടനാപരമായിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് റീൽസ് ഇട്ടിട്ടല്ല പ്രൊട്ടസ്റ്റ്, അല്ലെങ്കിൽ റീൽസ് എന്ന് ഞാൻ പറയുന്നില്ല, റീൽസിൽ കൂടെ സൈബർ ബുള്ളിങ് ചെയ്തും അല്ലെങ്കിൽ പേഴ്സണലി ഹരാസ് ചെയ്തും അല്ല പ്രൊട്ടസ്റ്റ് കാണിക്കുന്നത്. അതും പോട്ടെ, ഇനി ഈ ഹരാസ് ചെയ്യുന്നത് സൈബർ ബുള്ളിങ് ചെയ്യുന്നൊക്കെ ആരെയാണ്? ഇതിലൊന്നും ഇല്ലാത്ത ഞാൻ മാസങ്ങൾക്ക് മുമ്പ് നടന്ന അസംബ്ലി ഇലക്ഷനിൽ NDA പ്രതിനിധീകരിച്ച് കാൻഡിഡേറ്റ് ആയി ഞാൻ നിന്നു. NDA 2020 കാൻഡിഡേറ്റ് ആയി ഞാൻ നിന്നു. അതും ഏറ്റുമാനൂർ കോൺസ്റ്റിറ്റുവൻസിയിൽ ഞാൻ നിന്നു എന്നുള്ള റീസണിന്റെ പേരിലാണ് ഇത് മൊത്തം കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏറ്റുമാനൂർ കോൺസ്റ്റിറ്റുവൻസിയിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി മാത്രമാണ്, ഒരു കാൻഡിഡേറ്റ് മാത്രമാണ്. അതിൽ ഈ ഒരു ഇഷ്യൂവില് എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. അപ്പൊ എന്നോട് ജെന്യുവൻ ആയിട്ട് അഭിപ്രായം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ ഞാൻ
ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ വരാറില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ചെയ്യണം തോന്നുന്നില്ല. അത് നല്ലത് ചെയ്യുമ്പോഴായാലും ചീത്ത ചെയ്യുമ്പോഴായാലും ഒന്നിലും അഭിപ്രായം പറയണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നിലും അഭിപ്രായം പറയാത്തത്. അല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ മാത്രമല്ലല്ലോ ഞാൻ അഭിപ്രായം പറയാത്തത്. ഇലക്ഷൻ സമയത്ത് ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിലും ഞാൻ ഒരിക്കലും പബ്ലിക് അഫയേഴ്സിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഒരു കാര്യത്തിലും ഞാൻ ഒരു അഭിപ്രായം പറയാനായിട്ട് ഞാൻ വന്നിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മത്സരിച്ച് തോറ്റ വ്യക്തിയാണ്. എൻ്റെ അടുത്തല്ല ഇതൊന്നും വന്ന് പറയേണ്ടത്. മറിച്ച് നിങ്ങൾ എല്ലാവരും ചേർന്ന് ജയിപ്പിച്ച് വിട്ട പ്രതിനിധികൾ, അതായത് പാർലമെന്റിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ചു പോകുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 പ്രതിനിധികളുണ്ട് കേരളത്തിന്. അവരാണ് ഇത് പാർലമെന്റിൽ ചെന്ന് ഈ ക്വസ്റ്റ്യൻസ് ഉന്നയിക്കേണ്ടത്. ഈ തരത്തില് ഈ ഇഷ്യൂസിനെ പറ്റി അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് അവരാണ്. അപ്പൊ അവരുടെ അടുത്ത് ചോദിക്കുക. NDA സ്ഥാനാർത്ഥിയുടെ റിയൽ ഫേസ് ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. മനസ്സിലായില്ലേ? അതായത് അവർക്ക് ഒന്നിലും ഇടപെടാൻ താല്പര്യമില്ല, ഒന്നിലും അവർക്ക് അഭിപ്രായമില്ല. എന്നാൽ രാഷ്ട്രീയക്കാരിയാവണം. MLA സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ഒരാളാണ്. സ്വയം തോറ്റു എന്നുള്ളൊരു അത് തിരിച്ചറിവുണ്ടല്ലോ. ചില ആൾക്കാർക്ക് അതുമില്ല, തോറ്റതിൻ്റെ തിരിച്ചറിവ് പോലും ഇല്ല. തോറ്റ MLA എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതുപോട്ടെ. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ BJP കളിക്കുന്ന പൊളിറ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു രാഷ്ട്രീയത്തിൻ്റെ ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി ഇതേപോലെ മത്സരിപ്പിച്ച് സത്യത്തിൽ നാട്ടുകാരെ കളിയൊക്കെയല്ലേ ഇവർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ആതിരയോട് ചോദിച്ചുകൂടാ? നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥിയാണ്. നിങ്ങൾ മറ്റേ ലെമൺ സ്പൂണിന് നാരങ്ങ കടിച്ചു പിടിച്ച് ഓടിയതൊന്നുമല്ലല്ലോ. ആണോ? ചാക്ക് കയറിയിരുന്ന തവളച്ചാട്ടം ചാടിയതാണോ? അതാണോ നിങ്ങൾ മത്സരം ഉണ്ടായിരുന്നത്? അല്ല. നിങ്ങളൊരു പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവായി അതിൻ്റെ ഷോളൊക്കെ ഇട്ട് നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഈ പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഞാൻ നാളുകളിൽ നിങ്ങളൊരു രാഷ്ട്രീയക്കാരിയായി സർവ് ചെയ്യാൻ വരും എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ വീട് മൊത്തം കയറി ഇറങ്ങി വോട്ട് ചോദിച്ച ഒരാളാണ്. ആ നിങ്ങളുടെ അടുത്ത് രാജ്യം നേരിടുന്ന, രാജ്യത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിനെ കുറിച്ചൊരു കാര്യം ചോദിച്ചാലോ, ഇവിടെ നടക്കുന്ന സമരങ്ങൾ ഇത് BJPക്കെതിരെ NDAക്കെതിരെ നിങ്ങളുടെ ഈ പറഞ്ഞ എന്താ പറയുക മാടമ്പി പരിപാടി ഉണ്ടല്ലോ അതിനെതിരെയാവുമ്പോൾ ഇവിടെ അതിനെ റെപ്രസെൻ്റ് ചെയ്ത് മത്സരിച്ച ആൾക്കാരോട് ചോദ്യം വരില്ലേ? അതൊരു യൂഷ്വൽ സാധനമാണ്. അത്രേ നിങ്ങളോടും ചോദിച്ചിട്ടുള്ളൂ. അതിന് മാഡം നിങ്ങളെന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആവുന്നത്? ഇനി ഇതിനൊന്നും പറ്റില്ല എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു. ഇനി വേറൊരു വീഡിയോ, അദ്രി പണിക്കർ, ഓക്കെ, ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്ലീപ്പർ സെൽസ് ആയിട്ടുള്ള ഒരു യുവാവിന് ഒളിച്ചിരിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണെന്നറിയോ? അത് ജന്തർ മന്ദറാണ്. CJPയുടെ സമരവേദിയാണ്. നമസ്തേ, അദ്രി സ്റ്റോക്കിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് CJPയെ അനുകൂലിക്കുന്നില്ല? കാരണം വളരെ വ്യക്തമാണ്. CJPയുടേത് ഒരു യുവജന പോരാട്ടമോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമോ അല്ല, മറിച്ച് കൃത്യമായ വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് CJPയുടെ സമരവേദിയിൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ അരുന്ധതി റോയെ പോലെയുള്ളവർ പ്രത്യക്ഷപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഒമർ ഖാലിദ് എന്ന വിഘടനവാദിയുടെ പേര് CJPയുടെ സമരവേദിയിൽ നിരന്തരം ഉയർന്നു കേൾക്കും? എന്തുകൊണ്ടാണ് ഹിന്ദു ആരാധനാ രീതികളും ഹിന്ദു ആരാധനാ മൂർത്തികളും അവിടെ ആക്ഷേപിക്കപ്പെടുന്നു? ശ്രീരാമനും സീതയും ഒക്കെ അവിടെ ആക്ഷേപ കഥാപാത്രങ്ങളായി മാറുന്നു. എന്തുകൊണ്ട് അതേസമയം ഇതേ വേദി അള്ളാഹുവാണ് എല്ലാം, അള്ളാഹുവാണ് ഏറ്റവും വലിയ ദൈവം എന്ന മുദ്രാവാക്യങ്ങൾ, എന്ന പാട്ടുകൾ ഉയർന്നു കേൾക്കപ്പെടും? സോ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് CJP മുന്നോട്ട് വയ്ക്കുന്നത് യുവാക്കൾക്ക് വേണ്ടിയോ യുവതയ്ക്കോ വേണ്ടിയുള്ള ആശയങ്ങളല്ല, മറിച്ച് കൃത്യമായ ഈ രാജ്യത്തിനെതിരെയുള്ള രാജ്യവിരുദ്ധമായ ഒരു പ്രൊപ്പഗാൻഡയാണ്. നോക്കൂ, കേരളത്തിൽ നിന്ന് KK ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കള് ജന്തർ മന്ദറിൽ ഈ CJP സമരവേദിയിൽ പോയി പെറ്റുകിടക്കാണ്. അത് കഴിഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസ്, ദിയാസനയെ പോലെയുള്ളവരൊക്കെ പോയിട്ട് അവിടെ ജന്തർ മന്ദറിലെ സമരവേദിയിൽ പോയിട്ട് ഭയങ്കര കരച്ചിലാണ്. ഞാൻ ഇവരെയൊക്കെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കുറെ യുവാക്കൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തിരുന്നു. PSC നിയമനവും റാങ്ക് ലിസ്റ്റും പിൻവാതിൽ നിയമനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ നാളുകൾ നീണ്ടു നിന്ന സമരമായിരുന്നു. ഈ യുവാക്കള് റോഡിലെ വാഴയിലയിൽ മണ്ണ് തിന്ന് സമരം ചെയ്തു. അത് കഴിഞ്ഞ് ശവപ്പെട്ടിക്കകത്ത് കടന്ന് ശവമഞ്ചം ചുമന്ന് സമരം ചെയ്തു. റോഡിൽ ശയനപ്രദക്ഷിണം ചെയ്ത് സമരം ചെയ്തു. അങ്ങനെ എത്രയോ നാളുകൾ നീണ്ട് ഇവർ സമരം ചെയ്തു. കഴിഞ്ഞിട്ട്
ആശാവർക്കർമാരുടെ സമരം 50 ദിവസം നീണ്ടു നിന്നു. അവർ മുടിമുറിച്ച് സമരം ചെയ്തു. ഒടുവിൽ ഇവരുടെ സമരപ്പന്തൽ പൊളിക്കുകയും ഇവരുടെ മൈക്കും സ്പീക്കറും, അതായത് സമാധാനപരമായി ഇവരുടെ സമരം ചെയ്യാനുള്ള അവകാശത്തെ ലംഘിച്ചുകൊണ്ട് ഇവരുടെ മൈക്കും സ്പീക്കറും ഒക്കെ എടുത്തുകൊണ്ട് പോയി ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട് ഈ ആശാവർക്കർമാര്. ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരെ വിടാം, കാരണം അവർ ഭരണപക്ഷത്തിലിരുന്നു, അതുകൊണ്ട് അവന്മാർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മുതല കണ്ണീരൊഴുക്കാനോ പെറ്റ് കിടക്കാനോ ഇവരാരും വന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ രഞ്ജിനി ഹരിദാസ് അങ്ങ് കരയാണല്ലോ. ഈ രഞ്ജിനി ഹരിദാസ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഇവരെ കാണുകയോ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ഇവർക്ക് വേണ്ടി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഓക്കെ. ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഒരു പോസ്റ്റ് റീഷെയർ ചെയ്തിട്ടുണ്ടോ? ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ബിൽഡപ്പ് എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചിരിച്ച് കളയണം അതൊക്കെ. ഈ പറയുന്ന ലേഡി ഇവർ മിക്കവാറും ഈ അടുത്ത് നമ്മൾ വേറൊരു ഷോയിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. രഞ്ജിനി ഹരിദാസ് മൈറ്റ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറേ ഐറ്റങ്ങളുണ്ട്. ആൻഡ് അയ്യോ ഓക്കെ, ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളും ചോദിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരൊറ്റ CJP എന്ന് പറഞ്ഞൊരു എലമെൻറ്റ്, കോക്രോച്ച് ജനതാ പാർട്ടി, മേ ബി എന്നല്ല, ദർ ആർ ഹൈ ചാൻസസ് ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു യൂത്ത് ഫേസ് ആയിട്ട് ഫ്രണ്ട് ലൈനിൽ നാളുകളിൽ എക്സ്പോസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അങ്ങനെ ആയി വരാം. ഞാൻ ഒരിക്കലും ഒരു CJP സപ്പോർട്ടറല്ല, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ ജെൻസികൾ ചോദിക്കും ഇനി മുതൽ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ പണ്ട് പറഞ്ഞിട്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയും ഈ പറഞ്ഞ കോൺഗ്രസും എല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു ജെൻസി സാധനത്തിൻ്റെ ഒരു ഫേസ് ആയിട്ട് വേണമെങ്കിൽ വെച്ചതായിരിക്കും CJP എന്നുള്ളൊരു നറേറ്റീവ് ഒക്കെ കൊണ്ടുവരാം. ഓക്കെ, ആവാനുള്ള ചാൻസും ഉണ്ട്, ബിക്കോസ് അതിൻ്റെ ഒരു ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് ഈ CJP. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സാധനത്തിനെ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം അല്ലേ. ഈ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റിൻ്റെ ബേസ് സാധനം അത് വേണ്ടേ പറഞ്ഞു തുടങ്ങാൻ? CJPനെ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസിനെ ചോദ്യം ചെയ്യുക, ദിയാസനയെ ചോദ്യം ചെയ്യുക, നാട്ടിൽ പ്രശ്നങ്ങൾ നടന്നപ്പോൾ നിങ്ങൾ അതിലിടപെട്ടതും ചോദിക്കുക. ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴത്തെ ബേസ് ഇഷ്യൂ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യണ്ടേ. വാട്ട് ഈസ് ദ ബേസ് ഇഷ്യൂ? നീറ്റ് എക്സാം പേപ്പേഴ്സ് മൊത്തം ചോർന്നു, നീറ്റ് നടന്നു, കുട്ടികൾ 10-20 പേര് ഈ ലോകത്തുനിന്നേ പോയി, കുറേ പേര് ട്രോമറ്റൈസ്ഡ് ആണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഇവിടെ കറക്റ്റല്ല, കറപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് അതിൽ മാറ്റം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ റൂട്ട് സാധനങ്ങൾ കോർ സാധനങ്ങൾ പറഞ്ഞതിന് ശേഷം അഡ്രസ് CJP അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ഇവരുടെ അജണ്ടയാണോ എന്ന് ചോദിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ? ഞാൻ നോക്കുമ്പോൾ ഇതിനിടയിൽ കൂടി വേറൊരു ഐറ്റം പോയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അത് ഞാൻ എന്താ പറയുക, ഈ സാധനം ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഇത് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ പ്രിയമാട്ടെ, ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പുരിയും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു ഐറ്റമാണ്, പേര് നോക്കിയിട്ട് ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നവരുടെ പേര് നോക്കിയിട്ട് അവരെ ജിഹാദിയാക്കുന്ന കാര്യം. ഹാഷിർ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തു, ഹാഷിറിനെ പിടിച്ചത് ഞാൻ കമൻറ്റ് ബോക്സോടെ സൈഡിൽ വയ്ക്കുക, സുഡാപ്പിയാക്കി വിട്ടു. സെയിം ഹാപ്പൻ വിത്ത് ഷസാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂഡാപ്പിയാവും. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്റെ ടാഗിൽ എന്റെ ഒരു പേരിൽ മുഹമ്മദും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സൂഡാപ്പി. അതായത് ഇവരെ ഒന്നും എതിരെ ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ കാര്യമായിട്ട് ചോദിക്കണം, ഇത് കേരളത്തിലാണ് നടന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇതേപോലത്തെ ഒരു എഡ്യൂക്കേഷൻ ഫെയിലിയർ നമ്മളെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെ വന്ന് ഇന്ന് കൊടിയും പൊക്കി വെച്ചിന് പറഞ്ഞാൽ മിനിസ്റ്റർ രാജിവെക്കണമെന്ന്. അങ്ങനെ ഒരു സാധനം നാഷണൽ ലെവലിൽ ഒരു നീറ്റ് പോലത്തെ ഒരു പരീക്ഷയുടെ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആരാണ് റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ളത്? അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ എന്തിനാണ്ടാ കുറെ ടാഗ് ലൈനും കോപ്പും അടിച്ചിട്ട് നീയൊക്കെ തലയിൽ മറ്റേ ഇത് വെച്ച് തരണം കിരീടം. ഞാൻ കാര്യമായിട്ട് പറയണം, ഇത് ചുമ്മാ ഞാൻ ഒരു പോസ്റ്റ് വിട്ട് പോയാലും. പക്ഷെ ഇതല്ല, നിങ്ങളെ കമന്റ് ബോക്സിൽ പോയി നോക്ക്. നിങ്ങൾ എന്തൊക്കെ വൃത്തികേടാണ് അവരൊക്കെ ഈ പറഞ്ഞു വിടണത്. ഒരുത്തന്മാര് ഞാൻ സത്യം പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കണത്. ഷസാം പറഞ്ഞ കാര്യം തന്നെയല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾക്ക് ഈ വിഷയത്തിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഇടാൻ പറ്റുമോ? സംഘികൾ ഒന്നടങ്ങി വന്നിട്ട് എടാ സുഡാബി നീ രാജ്യദ്രോഹി ഇല്ലേ എന്ന് ചോദിച്ചിട്ട് വേറെ നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ ഇവിടെ. ഒന്ന് ആലോചിക്കുന്നത്, ഈ രാജ്യത്ത് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ ഒരു അവസ്ഥ നമുക്ക് കഷ്ടപ്പാടേ. സംഘികൾ ആ രീതിയിൽ ഇത്
കുട്ടിച്ചോറാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. എഗെയിൻ പറയുന്നു, സ്റ്റുഡൻസ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ വളരെയധികം ചർച്ച ചെയ്ത് ഈ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ വരെ സെക്യൂർ ആക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. കുട്ടികൾ മരിച്ചതിലൊക്കെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടതാണ് ഗവൺമെൻറ്. ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ ഒരു പ്രൊപ്പഗണ്ടേൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇതൊക്കെ രാജ്യദ്രോഹികളാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ലൈക്ക് നേപ്പാൾ, ലൈക്ക് ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലൈക്കിക്കാൻ നടന്നു കഴിഞ്ഞാൽ, നേരത്തെ അഖിൽമാരാർ പറഞ്ഞല്ലോ, ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് BJPക്കാണ് ലാഭം എന്നുള്ളത് അടുത്ത ഇലക്ഷനിൽ ശരിക്കും മനസ്സിലാവും.